ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 172. നമ്മൾ നോക്കുന്നത് 53-ാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യ ഉപനിഷത്താണ്. അതിൽ നിന്ന് 13-ാമത്തെ മന്ത്രമാണ്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. അന്യദേവാഹു സംഭവാദന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണാം നസ്തദ് വിചചക്ഷിരേ. ആ സർവശക്തനും സർവജ്ഞനും സർവത്തിൻ്റെയും ആധാരവും സൃഷ്ടിസ്ഥിതി സംഹാരകനുമായ ആ പരമേശ്വരനിൽ മനസ്സർപ്പിച്ച് അവനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് പരമപദം പോകാം. ഇവിടെ ആ ഈശ്വരനെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. അവൻ സർവശക്തനാണ്. അതായത് എല്ലാരെ കണ്ടി ശക്തിയാണ് ആ ഈശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മം. സർവജ്ഞനും എല്ലാം അറിയുന്ന വ്യക്തിയാണ്. അങ്ങനെ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പോയിട്ട് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കഷ്ടകാലമാണ്, അതിനെ അറിയാതെ ഒന്നുമില്ല. പിന്നെ സർവത്തിൻ്റെ ആധാരം എല്ലാം അത് തന്നെയാണ്. അതിൻ്റെ ആധാരം അതായത് നമ്മൾ പോലും അത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ. പിന്നെ നമ്മൾ കയറിയിട്ട് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത്. ബ്രഹ്മം തന്നെയാണ് ഈ നാട്ടിലെ പട്ടി പൂച്ച എല്ലായിട്ട് മാറിയത്, കല്ലും മണ്ണും എല്ലായിട്ട് മാറിയത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അത് തന്നെയാണ്. ആ ഒരു ശക്തി വിശേഷം എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും കർമ്മം ചെയ്യിപ്പിക്കുന്നത്. എന്ത് കർമ്മമാണ് ചെയ്യിപ്പിക്കുന്നത്? ആ നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു നാൾ തോന്നി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, പടിപടിയായിട്ട്. അങ്ങനെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അവിടെ എല്ലാവരും ആ ബ്രഹ്മം തന്നെയാണ് മാറിയത്. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ വസുദേവ കുടുംബം എന്ന കുടുംബത്തിൽ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സുഖമായി താമസിക്കുക. അതാണ് അവസാന ലോകം എത്തിച്ചേരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അതിനൊപ്പം ശാസ്ത്ര പുരോഗതി എല്ലാം നേടിക്കൊണ്ട് ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ആ പുരോഗതിക്ക് വേണ്ട കർമ്മം. അപ്പം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ജനിക്കുമ്പോൾ ഓരോ കർമ്മമുണ്ട്, അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ ഒരു ചെറിയ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മളിലൊരു ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. അതിനാണ് മായ എന്ന് പറയുന്നത്. നമ്മളെല്ലാം നമുക്ക് വേണ്ടി, നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്ന കാര്യം അതെന്താണോ തീരുമാനിച്ചത് അതേ ചെയ്യാനും പറ്റുള്ളൂ. അത് തന്നെ ഉള്ളിൽ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി, ഒരു ആഗ്രഹം ഉണ്ടാക്കി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് ആഗ്രഹം നടക്കോ നടക്കാതെ ഇരിക്കുമോ എന്നല്ല അതിനെ അറിയുള്ളൂ. പക്ഷെ നമ്മളിതിൻ്റെ പിന്നാലെ ടെൻഷനും അടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ടെൻഷനെ ഒഴിവാക്കാൻ എന്തേ വഴിയുള്ളൂ? അതാണ് എല്ലാத்தைയും, ഇതിൻ്റെ എല്ലാ ആധാരം അതാണ്. അത് തന്നെയാണ് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതെന്താണോ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തേ ചെയ്യുള്ളൂ? അങ്ങ് ചെയ്തു കൊടുത്തേക്കും. എൻ്റെ എന്നുള്ള ചിന്ത കളയും. ഇതാണ് ആ ബ്രഹ്മത്തിൻ്റെ തത്വം. അപ്പം സർവത്തിൻ്റെ ആധാരവും സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമേശ്വരനിൽ. അപ്പം അത് സൃഷ്ടി നടത്തുന്നത് അതാണ്, സംരക്ഷിക്കുന്നത് അതാണ്. സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി. ആ ജോലി ചെയ്യുന്നത് വരെ നമ്മളെ സംരക്ഷിക്കും. പനിയൊന്നും പിടിച്ചിട്ട് ആരൊന്നും പോകുന്നില്ല. അപ്പം 100 വയസ്സ് വരെ എനിക്ക് ചെയ്യേണ്ട ജോലി ഉണ്ടെങ്കിൽ ആ 100 വയസ്സ് വരെ എന്നെ അത് ജീവിപ്പിക്കും. പനി പിടിച്ചു കഴിഞ്ഞാൽ വേറെ ആളെ കൊണ്ട് മരുന്ന് കണ്ടെത്തിയിട്ട് വേറെ ഡോക്ടറെ കൊണ്ട് നമ്മളെ ചികിത്സിപ്പിച്ചിട്ട് ആ രോഗമെല്ലാം മാറ്റിപ്പിക്കും. എല്ലാം അത് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളും. നമ്മൾ ഒന്നും പേടിക്കണ്ട. നമ്മളെ മനസ്സ് തോന്നുന്ന മരുന്ന് തോന്നിപ്പിക്കും. ഇന്ന ഡോക്ടറെ എടുക്കും, ഇന്ന മരുന്ന്. ആ ഡോക്ടറെ മനസ്സ് തോന്നിക്കും, ഇന്ന മരുന്ന് എഴുതിക്കൊടുക്കും. എല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ മനസ്സ് തോന്നും അതുപോലെ അങ്ങ് ചെയ്ത് പോയാൽ മതി. അതിനു വേണ്ടിയിട്ട് എന്ന ചിന്തയിൽ എനിക്ക് എന്ന ചിന്ത അങ്ങ് കളയണം. അപ്പം അങ്ങനെയാണ് സംരക്ഷണം. എത്ര വരെ നമ്മൾ ജീവിക്കണോ, കർമ്മ എത്ര വരെയുണ്ടോ അതുവരെ അത് ജീവിക്കും. അല്ലാതെ ഒരു രോഗം വന്നിട്ട് ആനൊന്നും പോകുന്നില്ല. അത് ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ തട്ടുകയും ചെയ്യും. എപ്പം നമ്മളെ കർമ്മം ചെയ്യുന്നോ അപ്പം തട്ടുകയും ചെയ്യും.
അതാണ് സംഹാരം. പ്രപഞ്ചം അങ്ങനെ ഉണ്ടാക്കുന്നു, നല്ലൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവസാനം എടുത്തു കളഞ്ഞിട്ട് ബ്രഹ്മത്തെ തന്നെ ലയിപ്പിക്കുന്നു. ആ പരമേശ്വരനിൽ മനസ്സർപ്പിച്ചു. അപ്പൊ എന്ത് വേണം? അങ്ങനെയുള്ള പരമേശ്വരനാണ് നമ്മൾ ചിന്ത വെക്കേണ്ടത്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അപ്പൊ അങ്ങനെയുള്ള പരമേശ്വരനിൽ മനസ്സർപ്പിക്കണം. അത് നമ്മളെ സൃഷ്ടിക്കുന്ന ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് പരമപദം കൂട്ടാം. എന്നിട്ട് എന്ത് വേണം? അവനായി കർമ്മം അനുഷ്ഠിക്കണം. നമ്മൾ ചെയ്യുന്നതല്ല, അവനായി കാണണം. ഇതിനൊന്നും ദുർവ്യാഖ്യാനിച്ചേക്കരുത്. അവനെ പൂജിക്കരുതെന്നല്ല, അവനായിക്കൊണ്ട് കർമ്മം ചെയ്യണം. ഏത് കർമ്മം? നമ്മളെ സൃഷ്ടിച്ചിട്ടത് എന്തിനു ചെയ്യാൻ വേണ്ടിയാണോ ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത്ര മാത്രമേ നമുക്ക് റോളുള്ളൂ. അതിൻ്റെ ഫലത്തെപ്പറ്റി ഇതൊന്നും ചിന്തിക്കണ്ട. എവിടെ എത്തുന്നു എന്നല്ല അതിന് നല്ലോണം അറിയാം. അത് അവിടെ തന്നെ എത്തിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ വളരെ ഫ്രീ ആണ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന വരി അഭിനയിച്ചാൽ മതി. നാടകത്തിൽ അവിടെ ചെല്ലുമ്പോൾ അയാൾ ഒരു സംവിധായകൻ പറയുന്നത് ഇന്ന റോളാണ്, ഇന്ന് ഇതുവരെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത്, അതുവരെ പറഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ നമുക്ക് ആ വാക്കുകൾക്ക് പിന്നെ നമ്മൾ കറക്ഷൻ പോലും വരുത്തില്ല. അയാൾ പഠിപ്പിച്ച മാതിരി പറയാനേ നമുക്ക് പറ്റും. നമുക്കൊന്നും ഒരു ചെറിയ മാറ്റം വരുത്തി കളയാന്ന് എന്നാൽ നന്നാവുന്ന അതൊന്നും അവിടെ നടക്കില്ല. അയാൾ എന്താണോ പറഞ്ഞ എഴുതി വെച്ചിരിക്കുന്ന വരി പറയാനേ പറ്റും, ഡയലോഗ്. അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതവും. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്, ലോക പുരോഗതിക്കുള്ള കർമ്മം. ലോകം ഓരോ ദിവസം കഴിയുന്നതോറും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കർമ്മം ചെയ്തു കൊടുക്കുക. അപ്പം അവനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് പരമപദം പോകാം. അങ്ങനെ ആരെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അവൻ ആ പദത്തിലേക്ക് എത്തിച്ചേരും. ആ ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരും. നമ്മളെല്ലാം ബ്രഹ്മം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പം ആവ് മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മം തന്നെയാണ്. പിന്നെ നമുക്ക് സുഖവും ദുഃഖവും ഒന്നും ചിന്തയുണ്ടാവില്ല. ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് സുഖദുഃഖങ്ങളെല്ലാം തോന്നുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്നെ ഇതിനെ സ്തുതിച്ചു, ഞാൻ ചെയ്തു കൊടുക്കുന്നു, അത് തന്നെയാണ് ഉള്ളിൽ നിന്നെല്ലാം ചെയ്യുന്നത് എന്ന നിലയിലങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പരമപദം നേരം തന്നെ ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥ നമ്മളിലാവും. ബ്രഹ്മം എന്താണ്? നിർഗുണമാണ്. അതിന് വിചാരങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മളും ആ അവസ്ഥയിലെത്തും. അതിനാണ് പരമപദം പോകുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷ്യം. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഈ ലോകം എല്ലാം എടുത്തിട്ട് വിരക്തി വന്നിട്ട് ബന്ധുക്കളെ എല്ലാം കളഞ്ഞ് വസ്ത്രം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ട് ബ്രഹ്മമേ ശരണമെന്ന് പോയി വല്ല ഗുഹയിലും പോയിട്ട് അങ്ങനെ കഴിഞ്ഞ് അവിടെ വെച്ച് ജീവിതം നിർത്തി അതുമായിട്ട് അങ്ങ് ലയിക്കും. പിന്നെ മരണമില്ല, ജന്മമില്ല, ഒരു ജീവിതമില്ല. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ജനത്തിനുള്ള ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ. നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മമുണ്ട്, ആ കർമ്മം ചെയ്തു കൊടുക്കുക, അതിനായി കൊണ്ട് ചെയ്യുക, നമുക്ക് എന്ന ചിന്ത തന്നെ കളയുക. അല്ലാതെ അത് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ആഗ്രഹത്തിനെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതെപ്പോഴും നമ്മളെ കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോകാവസാനം വരെ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുത്തി നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അപ്പം അപ്പോൾ മനസ്സിലായിക്കൊള്ളണം, ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടിയാണെങ്കിൽ മനസ്സിലായിക്കൊള്ളണം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടും. അപ്പം ജീവിതം മുഴുവൻ കഷ്ടപ്പാടായിരിക്കും. കാരണം ഒരിക്കലും നമുക്ക് തൃപ്തിപ്പെടാനുണ്ടാകാൻ പോകുന്നില്ല. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ സുഖം ആഗ്രഹിച്ച് നടക്കുന്നവന് സുഖം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളൊരാഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കർമ്മം വരുമ്പം വേറൊരാഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാക്കും. അത് ചെയ്ത് ചിലപ്പോൾ നടക്കോ നടക്കാതെ ഗുണം ചെയ്താലും കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അതും കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർമ്മം ചെയ്തു കഴിഞ്ഞാലും ഫലമൊന്നും പ്രതീക്ഷിക്കണ്ട. അത് കിട്ടണ്ടെങ്കിൽ കിട്ടാൻ അർഹത, അതിന് അങ്ങനെ കിട്ടണം എന്നാണെങ്കിലേ കിട്ടുള്ളൂ. കിട്ടണ്ടാതെ ആണെങ്കിൽ കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. എല്ലാം നമ്മൾ അതും ചിന്തിച്ച് അടക്കുകയാണെങ്കിൽ എപ്പോഴും ടെൻഷൻ അടിച്ച് നടക്കും. എന്നിട്ട് അവസാനം കിട്ടിയെന്ന് തന്നെ വെച്ചോ, കിട്ടിയാൽ സന്തോഷമായി. പക്ഷെ അതോടുകൂടി തീർന്നു. പിന്നെ വേറൊരു ജോലി ഏൽപ്പിക്കണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? വേറൊരു ആഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകും. പിന്നെ നമ്മൾ അതിനെ പിടിച്ച് കിടക്കും.
അങ്ങനെ ജീവിതം മുഴുവൻ ഈ ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടാനേ പറ്റുകയുള്ളൂ. അതൊരു സത്യമാണ്. ഒരു ആഗ്രഹം ഒരു നിമിഷവും നമ്മൾ ആഗ്രഹം ഇല്ലാതാകുന്നില്ല. ലോകത്തിൽ എത്ര വലിയ ഉയർന്ന പൊസിഷൻ ആണെങ്കിലും കണ്ട് നെപ്പോളിയനല്ല എല്ലാ ലോകവും പിടിച്ചടക്കല്. പിന്നെ ചിന്തിച്ച് ഇനിയിപ്പം ഞാൻ ഇതെല്ലാം തീർന്നാൽ ഞാൻ എവിടെയാ പിടിക്കുക, വല്ല ചന്ദ്രനിൽ പിടിക്കാൻ പോകുന്നത്. അപ്പൊ എത്ര നീ എത്തിയുള്ളവനാകട്ടെ, എത്ര ഉയർന്നവനാകട്ടെ, അവന്റെ ഒന്നും സംതൃപ്തനല്ല. അവർക്കെല്ലാം ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് അതിൻ്റെ അപ്പുറം ജയിപ്പിച്ചുകൊണ്ടിരിക്കുക. മരിക്കുന്നവരെ മരിച്ചാലും സമാധാനം തരില്ല, അടുത്തേലും ജീവിപ്പിക്കുക. കാരണം ഇവ ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടുന്നവനാണ്. അപ്പൊ ഇവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓടുന്നവന് എപ്പോഴും ജനിക്കും മരിക്കും, ജനിക്കും മരിക്കും ഇരിക്കും. പക്ഷെ ഈ സത്യം തിരിച്ചറിയുന്നവൻ്റെ അടുത്ത് പിന്നെ അധികം കളിക്കില്ല. ഇവന് സത്യമെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് ആഗ്രഹിച്ചിട്ട് ഒന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആഗ്രഹത്തിന്റെ പിന്നാലെ ഒന്നും പോലെ ഇട്ടത് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അപ്പൊ അതോടുകൂടി പിന്നെ അവന് പുനർജന്മമില്ല, അവൻ ബ്രഹ്മമായി തീരും. അവനാണ് സത്യത്തിൽ എത്തിച്ചേരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഈ ആഗ്രഹങ്ങളെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്ന് ജീവിതത്തിൽ കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് ഒരിക്കൽ ആഗ്രഹം പൂർത്തീകരിക്കാൻ അത് സമ്മതിക്കില്ല. ഒരാഗ്രഹം പൂർത്തീകരിച്ചാൽ അതുകൊണ്ടാണ് 10 കിട്ടുകിൽ 100, 100 കിട്ടുകിൽ 1000 എന്നെല്ലാം പറയുന്നത്. അതങ്ങനെ കൂടി കൊണ്ടുപോകും. ഒരു കാര്യം സമയവും വേറൊന്നിന് താല്പര്യം വരും, പിന്നെ വേറൊന്നിന് താല്പര്യം വരും. പിന്നെ ഒരിക്കൽ അതിൻ്റെ പിന്നാലെ ഓടുന്ന സമയം എന്താണ്? മുഴുവൻ കഷ്ടപ്പാടാണ്. ആ ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ, ആകെ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേടിക്കഴിഞ്ഞാലോ ആ നേടലോട് കൂടി അത് തീർന്നു. പിന്നെ വേറൊന്നിൻ്റെ ആഗ്രഹം വരികയാണ്. എന്നാൽ പിന്നെ മരിക്കുന്നവരെ അത് വെച്ചിരിക്കാമോ എന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല, കാരണം വേറെ ജോലിയുണ്ട്. ഇതൊന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ചിന്തിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്ന സത്യം. ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹം ഇട്ട് എന്നിട്ട് ജയിപ്പിക്കുകയാണ്. അതെന്താണോ ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ നടക്കുള്ളൂ, അല്ലാതെ അതിന് ഒന്നും മാറാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ദൈവത്തിന്റെ പിന്നാലെ ഓടിക്കൊന്നും ഒരു കാര്യമില്ല. അത് നിർഗുണമാണ്. അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് തന്നെയാണ് ഇതത്രയും ചെയ്തു കൂട്ടുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ അത് ചെയ്യുന്നത് വെറുതെ ചെയ്യല്ല, അതിനൊരു ലക്ഷ്യമുണ്ട്, ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാനുണ്ട്. അതതിൻ്റെ ഡ്യൂട്ടിയാണ് ജയിപ്പിക്കുന്നത്. നമ്മൾ ഇരുന്നു കൊണ്ട് ഞാൻ എന്താണോ കർമ്മം ചെയ്യേണ്ടത് അതിനാണ് ആഗ്രഹം ഉണ്ടാക്കി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേ താല്പര്യമുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഊരാൻ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. നമ്മളെ കർമ്മം ചെയ്തു കൊടുക്കുന്നു. അപ്പം മനസ്സമാധാനത്തിന് ഈ സത്യം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്തു കൊടുക്കുക, ഫലത്തെപ്പറ്റി ഇച്ഛിക്കാതിരിക്കുക. അപ്പം മനസ്സ് ശാന്തമാകും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവസാനം ബ്രഹ്മസാക്ഷാത്കാരം നേടും. ഇതാണ് ആത്മീയത. അല്ലാതെ വേറെ ഒരു വഴിയും ആത്മീയതക്കില്ല. സന്യാസത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആദ്യം കുടുംബത്തെ മുഴുവൻ കളഞ്ഞിട്ട്, എല്ലാത്തിനെയും എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, വിരക്തി വന്നിട്ട് ഉടുതുണി അടക്കം എടുത്ത് കളഞ്ഞിട്ട് വേണം പോകാൻ.